പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്ന് 1 കൊരിന്ത്യർ 9:24 പറയുന്നു. ആകയാൽ ദൈവത്തിന്റെ വചനം എന്ത് കൊണ്ട് ഇങ്ങനെ പങ്കുവെക്കുന്നു? ഞാൻ ഓടുന്ന ഓട്ടക്കളത്തിൽ എൻ്റെ ഒപ്പം ഓടുന്ന ആരെങ്കിലും എവിടെയെങ്കിലും കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, വീണു പോയിട്ടുണ്ടെങ്കിൽ, നല്ല ഒരു സുഹൃത്താണ് ഞാനെങ്കിൽ തീർച്ചയായും എൻ്റെ ഒപ്പം അവരെ ഓടുമാറാക്കേണ്ടതിന് ഞാൻ അവരുടെ കൈക്ക് ഒന്ന് പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ഒരു സ്വഭാവമായി ഞാൻ കാണുന്നു. ആകയാൽ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ കൈ കൊടുക്കാൻ, തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ആരും ഇല്ലാതെ പോകുന്ന ഏകാന്തതയിലാണ് വീണെടുത്ത് തന്നെ പലരും കിടക്കുന്നത്, ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു പോകുന്നത്, കുഴഞ്ഞ ജീവിതമായി കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്നത്. എന്നാൽ ആരെങ്കിലും അവരുടെ കൈക്കൊന്ന് പിടിച്ചാൽ, ആരെങ്കിലും ഒന്ന് തോളത്തൊന്ന് തട്ടി "കോട്ടടോ ശരിയാവും" എന്നൊന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വീണ്ടും ആ നിന്നുപോയ ഓട്ടത്തെ തുടർന്നും ഓടുവാൻ അവരുടെ കാലുകൾക്ക് ഉറപ്പ് കിട്ടും, അവരുടെ മനസ്സിന് ബലം കിട്ടും. ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശവും അങ്ങനെ തന്നെയാണ്. ശുശ്രൂഷ ഫീൽഡിലാവട്ടെ, പഠന മേഖലയിലാവട്ടെ, ജോലി സംബന്ധമായിട്ടാവട്ടെ, നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന ആ ഒരു ഏരിയയിലാവട്ടെ, എവിടെയാണോ നിങ്ങൾ തളർന്നു പോയത്, എവിടെയാണോ നിങ്ങൾ വീണ് കിടക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ മടുത്ത് തളർന്ന് ഇരിക്കുന്നത്, അവിടെ നിന്നും നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, അവിടെ നിന്നും വീണ്ടും ശക്തി തന്ന് ഓടുമാറാക്കുന്ന ദൈവവചനം, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ദൈവം തന്റെ അഭിഷേകം എൻ്റെ മേലും പകർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു: നിങ്ങൾ മടുത്തു പോകാതെ ഓടണം, നിങ്ങൾ തളർന്നു പോകാതെ കുതിക്കണം. സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കഴുതയെ പോലെ കിതയ്ക്കാനല്ല, കുതിരയെ പോലെ ഓടുവാനാണ്. ഓട്ടത്തിൽ ഓടുമ്പോൾ ഒറ്റയ്ക്കല്ല ഓടുന്നത് എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുമ്പോൾ ഒപ്പം ഓടുവാൻ ഒന്നിലധികമോ ആളുകൾ എപ്പോഴും കൂട്ടത്തിലുണ്ടാകും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടല്ലോ. ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. ഈ മത്സരത്തിൽ നിന്റെ ഒപ്പം ഓടുന്ന ആളുകളെ മറികടന്ന് മുന്നോട്ട് എത്ര വേഗത്തിൽ നിനക്ക് ഓടാൻ കഴിയുമോ അത്ര വേഗത്തിൽ നീ ഓടി നീ ബിരുദു പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ലക്ഷ്യം. ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഞാൻ ചിലരെ കാണുന്നുണ്ട്. ചിലർ ജോലി ചെയ്യുവാനായി ഓടുന്നു, ചിലർ ജോലി കണ്ടെത്തുവാനായി ഓടുന്നു, ചിലർ ജീവിക്കുവാനായി ഓടുന്നു, ചിലർ ജീവിതം നശിപ്പിക്കാനായി ഓടുന്നു. പലരും പലതിനാ ഓടുന്നത്. ചിലർ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നു, കാശുകാരനാവണം, കാശ് സമ്പാദിക്കണം, അതിനെന്തും ചെയ്യണം, അതിനു വേണ്ടി നെട്ടോട്ട് ഓടുന്ന. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന നിമിഷം മുതൽ രാത്രി വൈകുന്നത് വരെ അഹോരാത്രം ഓടുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട്. എന്നിട്ടും അവരുടെ കാര്യങ്ങളൊന്നും സാധ്യമാകുന്നില്ല. എന്നിട്ട് ആശ്വസിക്കാൻ എന്താ പറയുന്നേ? നിന്റെ കൈവെള്ളയിൽ എന്തോ ഓട്ടയുണ്ടെന്ന്. എന്തിനാ അങ്ങനെ പറയുന്നത്? കൈവെള്ളയിൽ ഓട്ടയുണ്ടായിട്ടാണോ അങ്ങനെ പറയുന്നത്? അന്ധവിശ്വാസങ്ങളുടെ വലിയൊരു കൂട്ടം തന്നെ മനുഷ്യ ഹൃദയങ്ങളിൽ പിശാച് കള വിതയ്ക്കുന്നത് പോലെ വിതച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൈപിടിച്ച് നീ മുന്നോട്ട് അവന്റെ വചനം വിശ്വസിച്ച് നടക്കുവാനും ഓടുവാനും തയ്യാറാകുന്നെങ്കിൽ തളർന്നു പോകാതെ ഓടേണ്ടതിന് ശക്തി നൽകുന്ന സർവശക്തനാകുന്ന ദൈവം നിന്നോട് ദൂതറിയിക്കുന്നു. എവിടെയാണോ നീ വീണുപോയത്, ഏതിൽ നിന്നാണോ നീ വീണുപോയത്, അതിൽ നിന്ന് യേശു വീണ്ടും നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് ഓടുമാറാക്കുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നിന്റെ ആത്മീക ദർശനത്തോടുള്ള ബന്ധത്തിൽ നീ എവിടെയാണോ വീണ് കിടക്കുന്നത് അതിൽ നിന്നും വീണ്ടും എഴുന്നേറ്റ് നീ വീണ്ടും പ്രാർത്ഥനാ മനുഷ്യനാകുവാൻ, വീണ്ടും ആരാധിക്കുന്ന വ്യക്തിയായി തീരുവാൻ, വീണ്ടും ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ നിന്റെ മേൽ അവന്റെ കൃപ പകരുന്നു.
എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം അവൻ വല്ലാണ്ട് വലഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് സാത്താന്റെ ഒരു ദൂതനെ കുത്തേണ്ടതിനാക്കി വെച്ചിരിക്കുന്ന ആ മണ്ഡലത്തിൽ 3 വട്ടം അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേൾക്കാതെ അവനോടൊരു വാക്ക് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാകുന്നു. അതെ, അതുകൊണ്ട് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായിരിക്കുന്നു. ഈ ബലഹീന ജാതിയായിരിക്കുന്ന സാഹചര്യത്തിലും നിന്നെ ശക്തീകരിക്കുന്ന ഒരു കൃപ നിന്റെ മേൽ പകരപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നു? എന്തിന്റെ പേരിൽ നീ തളർന്നിരിക്കുന്നു? എന്തിന്റെ പേരിൽ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി നിന്റെ കണ്ണു നിർത്തുള്ളി നിന്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ വീഴുന്നു? ഇന്ന് ഞാൻ ദൈവനാമത്തിൽ നിന്നോട് പറയുന്നു, പൈതലേ, നീ ഒറ്റയ്ക്കായി എന്ന തോന്നൽ നിനക്ക് വേണ്ട. നീ തനിച്ചായി പോയെന്ന ചിന്ത നിനക്ക് വേണ്ട. നീ തളർന്നു പോകല്ലേ കുഞ്ഞെ. നീ സ്നേഹിച്ചവർ നിന്റെ കൂടെ ഉണ്ടെന്ന് വരത്തില്ല. നീ വിശ്വസിച്ചവർ കൈമലർത്തി എന്ന് വന്നേക്കാം. നിന്നെ സഹായിക്കേണ്ടവർ സഹായിച്ചില്ലെന്ന് വന്നേക്കാം. നിന്നെ തിരിഞ്ഞു നോക്കേണ്ടവർ മാറി നിന്നെ കടന്നു പോയെന്ന് വന്നേക്കാം. ആരും സഹായമില്ല, എല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ നിന്നെ സഹായിക്കുവാൻ കടന്നു വരുവാൻ പോകുന്നു. അവന്റെ കരം നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോകുന്നു. ആകയാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്റെ വലങ്കരം പിടിച്ചുകൊണ്ട് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ സമയം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒന്ന് ഞാൻ പറയുന്നു, പലരും പലതിനും വേണ്ടി ഓടുകയാണ്. ചിലർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടം, ചിലർക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഓട്ടം, ചിലർക്ക് മറ്റുള്ളവരെ തകർക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള ഓട്ടം. നിന്റെ ഓട്ടം എന്തിനു വേണ്ടിയുള്ളതാണ്? നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള ഓട്ടമാണോ? ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്ന ഓട്ടമാണോ? മുമ്പേ അവന്റെ രാജ്യം നീതിയും അന്വേഷിപ്പീൻ എന്ന് വചനം പറയുന്നത് പോലെ നീ അവന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണോ? നീ നിന്റെ തലമുറകളെ ഉയർത്തി കൊണ്ടുവരുവാൻ, പഠിപ്പിക്കുവാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ഓട്ടത്തിലാണോ? ഒരു ഭവനം നിർമ്മിക്കാനുള്ള ഓട്ടത്തിലാണോ? നിന്റെ കടങ്ങൾ തീർക്കാനുള്ള ഓട്ടത്തിലാണോ? നിന്റെ നീ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടുന്ന സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണോ? ഏത് വിഷയത്തിലുള്ള ഓട്ടമാണ് നീ ഓടുന്നതെങ്കിലും ഞാൻ നിന്നോട് പറയുന്നു, ഈ ഓട്ടത്തിൽ നിന്റെ ഒപ്പം ഓടുവാനും നിന്നെ കൈപിടിച്ച് ബലപ്പെടുത്തുവാനും നിന്നെ സഹായിക്കാനും കഴിയുന്ന നല്ല ഒരു സ്നേഹിതനുണ്ട്, നല്ലൊരു ശമരിയക്കാരനുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഞാൻ നിന്നോട് പറയുന്നു, ഈ ലോകത്തിലെ എന്തിനെങ്കിലും വേണ്ടി ഓടുന്നവരെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 73:18, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. ഈ ലോകത്തിൽ എന്തൊക്കെയോ പിടിച്ചടക്കാൻ വേണ്ടി ഓടുന്ന, പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്ന, പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്ന, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഓടുന്ന, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് താൻ മാത്രം രാജാവായിരുന്നു കൊണ്ട് ഭരിക്കുന്ന അനുഭവത്തിലേക്ക് സ്വാർത്ഥതയോടെ ഓടുന്ന ഓരോ മനുഷ്യനും നിൽക്കുന്നത് വഴുവഴുപ്പിലാണ്. ആ വഴുവഴുപ്പിൽ നിന്നുകൊണ്ട് ഓടാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റത്തില്ല. അവൻ നിൽക്കുന്ന നിൽപ്പിൽ വഴുതി വീണുപോകും. എന്നാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നുവെന്ന്. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറയുന്ന വചനം പോലെ പ്രവർത്തിപ്പിൻ. എന്താണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ നല്ല പോർ പൊരുതു. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിന്റെ നാമത്തിൽ യേശുവിന് വേണ്ടി കഷ്ടം സഹിച്ചു, സുവിശേഷത്തിന് വേണ്ടി ഉപദ്രവമേറ്റു, അപമാനം സഹിച്ചു. ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുന്ന പരിഹാസവും അപമാനവും അപവാദവും അനുഭവിച്ച് തളർന്നു പോകാതെ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെ വചനം വായി കൊണ്ട് എപ്പോഴും ഉരുവിട്ട് ധ്യാനിച്ച് ദൈവനാമത്തിൽ ഓടുമ്പോൾ ഞാൻ നിന്നോട് പറയുകയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, അല്പമേ നിനക്ക് ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ലായകയാൽ ഭൂമിയിലൊക്കെയും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവം നിന്നോട് പറയുന്നു, ഈ വചനത്തിന് വേണ്ടി നിന്ന് നിന്നോട് പറയുന്നു,
ഈ സുവിശേഷത്തിന് വേണ്ടി നിന്ന നിന്നോട് പറയുന്നു, അല്പത്തിൽ വിശ്വസ്തയായി നിൽക്കുന്ന നിന്നോട് പറയുന്നു, നല്ല ദാസനെ, നല്ല ദാസിയെ എന്ന് വിളിക്കുവാൻ മനസ്സുള്ള യജമാനൻ പറയുന്നു, ഞാനും നിന്നെ കാക്കും. നല്ല പോർ പൊരുതുക, വിശ്വാസം കാക്കുക. നിനക്കായി നീതിയുടെ ന്യായാധിപതി ജീവന്റെ കിരീടം വെച്ചിരിക്കുന്നു. ആകയാൽ നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കുക. തുടങ്ങി വെച്ചത് ഒടുക്കം വരെ നീ ഓടാൻ തയ്യാറാവണം. എന്തൊക്കെയോ നീ തുടങ്ങി വെച്ചു, പകുതിക്ക് വെച്ച് തടസ്സം വന്നു, മനസ്സ് മടുത്തു, മരവിച്ചു, നിരാശ പിടികൂടി. നീ എന്തൊക്കെയോ നിർത്താൻ പോവുക. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനെല്ലാം ഉപേക്ഷിക്കുക, ഈ ബിസിനസ് വേണ്ട, ഈ മിനിസ്ട്രി വേണ്ട, ഈ പ്രവർത്തനം വേണ്ട, ഈ കോഴ്സ് ഇനി കംപ്ലീറ്റ് ചെയ്യാനാവില്ല, വിദേശത്തേക്ക് പോകാൻ വിസയ്ക്ക് വേണ്ടി നീ നെട്ടോട്ടോടും. നീ PSC എഴുതി ആ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി നീ മടുത്തു. ആ എക്സാം എഴുതി പരാജയപ്പെട്ട് മടുത്തു. നീ മുട്ടിയ വാതിലുകൾ എല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടിട്ട് നിന്റെ ഓട്ടം നീ മടുത്തു. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിനെന്ന് യേശു ലൂക്കോസിന്റെ 18:1 മുതൽ പറഞ്ഞിരിക്കുന്ന ഉപമയിൽ ആ വിധവയായവൾ ആ ന്യായാധിപതിയുടെ റൂമിനുള്ളിൽ, ഓഫീസിനുള്ളിൽ കയറി ഇറങ്ങാൻ മടിച്ചിട്ടില്ല. നല്ല സ്നേഹിതന്മാരെ കുറിച്ച് പറഞ്ഞ ഉപമയിലും പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ പറയുന്നു, അടുക്കൽ വന്ന, അർദ്ധരാത്രി വന്ന ആ സ്നേഹിതന് അപ്പം കൊടുക്കേണ്ടതിന് അയൽവാസിയായ സ്നേഹിതന്റെ അടുക്കൽ പോയി ഡോറിൽ മുട്ടുമ്പോൾ അരികത്ത് കിടക്കുന്ന മക്കൾ എഴുന്നേക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിലും അപ്പം കിട്ടുന്നവരെ മുട്ടിക്കൊണ്ടിരുന്ന ആ മനോഭാവം, മടുപ്പില്ലാതെ കിട്ടുന്നവരെ പ്രാർത്ഥിക്കുവാൻ, ലഭിക്കുന്നവരെ ചോദിക്കുവാൻ, തുറക്കുന്നതുവരെ മുട്ടിക്കൊണ്ടിരിക്കുവാൻ, കിട്ടുന്നതുവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദാഹമുണ്ടാവട്ടെ. നീ ജയിക്കുന്നവരെ നീ പോരാടണം. നീ ഫിനിഷിങ്ങിലെത്തുന്നവരെ നീ കണ്ടിന്യൂ ചെയ്യണം. നിന്റെ മിനിസ്ട്രിയും നിന്റെ വിഷനും നിന്റെ ആംബിഷനും നിന്റെ ഡ്രീമും നീ വിട്ടുകളയരുത്. നീ മുന്നോട്ട് പോകണം. ആരൊക്കെ കൂടെയില്ലെങ്കിലും കർത്താവ് നിന്നോട് കൂടെയിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പൗലോസ് ഓട്ടം തികച്ചു, നീ ഓട്ടം തികയ്ക്കുക. ആത്മാക്കളെ നേടുക, ഫലം കായ്ക്കുക, പൂർത്തീകരിക്കുക നിന്റെ ഓട്ടം. മടുത്തു പോകരുത്. മേ ഗോഡ് ബ്ലെസ് യു.